ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ നല്ല നാടൻ രീതിയിൽ മൺചട്ടിയിൽ ഞണ്ട് വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് എടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇതെല്ലാം ഈ ചട്ടിയിൽ തന്നെ ഇട്ട് വറ്റിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഞണ്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊള്ളും. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഞണ്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരണം. നമുക്കിത് ഇടയ്ക്കിടെ തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞണ്ടിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി സവാളയും തക്കാളിയും ഒക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ രീതിയിലുള്ള ഞണ്ട് വറ്റിച്ചതാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ വറവിടുന്നത്. അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു വറ്റൽമുളക് ചെറുതായി മുറിച്ചതും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വറവിട്ടതിനെ നമ്മുടെ ഞണ്ട് വറ്റിച്ചതിലൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഈ ഞണ്ട് വറ്റിച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.